ഹലോ, വിനീത് ശ്രീനിവാസൻ മറ്റന്നാൾ ദോഹ പരിപാടിക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അയാളെ കണ്ട് കഥ പറയണമെന്നുണ്ട്, ഒരു സിനിമാ കഥ. എൻ്റെ അടുത്ത് നല്ലൊരു ഹാർട്ട് ടച്ചിങ് ലവ് സ്റ്റോറി ഉണ്ട്. അതുമായി ഞാൻ കുറേ പ്രാവശ്യം നാട്ടിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ദുബായ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരം ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. ലാസ്റ്റ് ഞാൻ കഥ മാത്രം നന്നായാൽ പോരാ, ഭാഗ്യവും കൂടി വേണം. ഭാഗ്യത്തെ പൈ പറഞ്ഞ് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷെ ഉള്ളിൽ സിനിമാ മോഹം അസ്തമിക്കുന്നില്ല. എന്ത് ചെയ്യാനാ? ഞാൻ സിനിമാ മോഹം തുടങ്ങിയിട്ട് കുറേ വർഷമായി. ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തത്, മാസ്കും യു ആർ മൈ പെയിൻ കില്ലറും. അപ്പോൾ അത് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാൻ ടൊവിനോൻ്റെ അടുത്ത് കഥ പറയാൻ പോയ ഒരു അനുഭവം പറയും. ടൊവിനോൻ്റെ ഒരു സെക്രട്ടറി ഉണ്ട്, ഹരീനെ വിളിച്ച് ഇങ്ങനെ കഥ പറയാൻ വന്നോട്ട് എന്നൊക്കെ ചോദിച്ചാൽ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തലശ്ശേരി ഷൂട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉമ്മാൻ്റെ പേര് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ഞാൻ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി നേരെ വടകര പോയി, എൻ്റെ വീട്ടിൽ പോയി ബുള്ളറ്റും എടുത്ത് നേരെ തലശ്ശേരി പോയി ടൊവിനോയുടെ ഷൂട്ടിന് സെറ്റിലെത്തി. ഭയങ്കര തിരക്കും ആളും ബഹളവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നെപ്പോലെ ഒരു 10,000 ആൾക്കാർ അവിടെ ബാഗും പിടിച്ച് കഥ പറയാനുണ്ട്. അപ്പം ഞാൻ ഹരീനെ വിളിച്ചു. ഹരി പറഞ്ഞാൽ നിനക്ക് കാണാമെന്നല്ല പറഞ്ഞത്, കാണാലോ അത് അവിടെ ഷൂട്ട് നടക്കുന്നതെന്നാണ്. അപ്പോൾ ഞാനാകെ ഷോക്കായി. അപ്പം ഞാൻ ടൊവിനോൻ്റെ ഏതൊരു ഷൂട്ട് ഇങ്ങനെ മുഖത്തടിക്കുന്ന സീൻ ഹരീഷ് കാണാറിനായിട്ട്. അപ്പം ഞാൻ ആ ഷൂട്ട് കഴിഞ്ഞ് അവരിങ്ങനെ മോണിറ്ററിൽ നോക്കുമ്പോൾ തന്നെ ടൊവിനോൻ്റെ മുന്നിൽ ചാടിയിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഖത്തറിന് വന്നത് ഇങ്ങനെ കഥ പറയാൻ വേണ്ടി വന്നാൽ. ടൊവിനോനെ എന്നെ അറിയാം. ടൊവിനോൻ്റെ ഫ്രണ്ട് ഖത്തറിൽ, ഞാൻ ഇപ്പോൾ അവരെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ട് ടൊവിനോ ഖത്തറിൽ വരുമ്പോഴേക്കും. അങ്ങനെ വന്നത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ടൊവിനോ പെട്ടെന്ന് മാറി. അടുത്ത ഷോട്ട് റെഡിയില്ല എന്ന് പറഞ്ഞ് അങ്ങ് മാറി. അപ്പം ഞാൻ അവിടെ തന്നെ കുറേ നടന്നില്ല. അപ്പം ഞാൻ അന്വേഷിച്ച് ടൊവിനോ എവിടെയാണ് നിൽക്കുന്നത്. അവിടെ നിന്നിട്ട് കാര്യമില്ല, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അന്വേഷിച്ച് ഇങ്ങനെ ഒരു തലശ്ശേരി ഏതൊരു ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടൽ ഒന്നായിട്ടുള്ളൂ, അവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നാണ്. അപ്പം ഞാൻ എന്തെടുത്ത് അവിടെ പോയി റൂം എടുത്തിട്ട് ആ ഹോട്ടലിൽ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്ക് ടൊവിനോ വരും എന്ന് തന്നെ. അങ്ങനെ 5 മണി മുതൽ ഞാൻ അവിടെ കാത്തിരുന്നു. 3 മണി മുതൽ കാത്തിരുന്നു. 5 മണി, 6 മണി, 8 മണി വന്നില്ല. അങ്ങനെ ടൊവിനോ ഒരു 8:30 മണിയെല്ലാം ആകുമ്പോൾ വന്ന് ഞാൻ അവിടുന്ന് സാർ ഞാനിങ്ങനെ കഥ പറയാൻ വേണ്ടി സെറ്റിൽ വന്ന് എന്നെ മൈൻഡ് ചെയ്യാണ്ട് പോയി. ഞാൻ വീണ്ടും കാത്തിരുന്ന് ടൊവിനോ ഒരു 10:30 ജിം ട്രെയിനറുടെ ഡിന്നറിന് പോകുന്നത് തന്നെ. അങ്ങനെ ഡിന്നറിന് പോകുന്നവരോ ഞാൻ അങ്ങനെ കാത്തിന് ഹായ് സാർ എന്ന് പറഞ്ഞു. അപ്പോൾ മൈൻഡ് ചെയ്യാണ്ട് പോയി. അപ്പം മാമക്കോയ ഞാൻ അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു. മാമക്കോയ മുന്നിൽ കൂടി ഇങ്ങനെ എടുക്കണ്ട അസലാം അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മാമക്കോയൊക്കെ ദേഷ്യം പിടിച്ച് മാമക്കോയ മൈൻഡ് ആക്കാണ്ട് പോയി. അപ്പോൾ അവിടെ ഇരുന്ന് സെക്യൂരിറ്റിനോട് ഇങ്ങനെ സംസാരിച്ച് സെക്യൂരിറ്റി പറഞ്ഞ് എന്താ കാര്യം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ നല്ലൊരു സെക്യൂരിറ്റി. അപ്പോൾ അയാൾ പറഞ്ഞ് ആസിഫ് അലി ഉണ്ട്, കൊച്ചി പോയിക്ക് മോൻ്റെ സിഗ്നേച്ചറിയെ അവനിവിടെ കുഞ്ഞൽത്തോൻ്റെ ഷൂട്ടിന് വന്നതാ. അപ്പോൾ ഇന്ന് രാത്രി 2:30 ട്രെയിൻ കയറി വരും, നീ ഒന്ന് കണ്ടു നോക്കുന്നതന്നെ. അപ്പം അങ്ങനെ ടൊവിനോ 2:30 മണിയല്ല 1:30 മണിയായപ്പോൾ വന്നു. അപ്പം ഞാനിങ്ങനെ ഹായ് എന്ന് പറഞ്ഞു. അപ്പോൾ ഹരി ബാക്കുന്നുണ്ട്. ഹരിനോട് പറഞ്ഞു അവനോട് പോകാൻ പറ, അവനോട് ഇവിടെ നിന്നിട്ടൊന്നൊരു കാര്യമില്ല, ഞാൻ കഥ കേൾക്കുമൊന്നുമില്ല, പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞു. ടൊവിനോ കാര്യങ്ങൾ ഹരി പറഞ്ഞ് നടക്കൂലടാന്നാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ ടൊവിനോനെയും കാത്ത് രാവിലെ 6 മണി മുതൽ വീണ്ടും വരുന്നു. ഞാൻ 8 മണി 9 മണി ഡ്രസ്സിൻ്റെ ആൾക്കാർ, കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാരിൽ അവിടെ റിസപ്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ആസിഫ് അലീൻ്റെ അമീൻ എന്നായിട്ടും പറഞ്ഞൊരു മാനേജർ ഉണ്ടായിരുന്നു, മാനേജറോ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ അവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് അവൻ പറഞ്ഞ് ഞാൻ സംസാരിച്ച് നോക്കാം, പറ്റുവാണെങ്കിൽ നോക്ക്. അപ്പോൾ ടൊവിനോ ഇങ്ങനെ കുറേ ആൾ ഫോട്ടോ എടുക്കാൻ വന്നു. ഹോട്ടലിൻ്റെ ആരോ ബന്ധുവായിട്ട് വന്നിരുന്നു. അവളുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കണം. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ടൊവിനോ മുണ്ടു കൊടുത്തിട്ട് എന്തോ ഷൂട്ടിന് അങ്ങ് ഇറങ്ങിപ്പോയി. ആ സമയത്ത് ആസിഫ് അലീൻ്റെ ചങ്ങായിയായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആസിഫ് അലി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി മുന്നിൽ കൂടി നടന്നു. എനിക്ക് ആസിഫ് അലിയാന്ന് മനസ്സിലായി. ക്ലീൻ ഷേവും മറ്റേ ട്രാക്ക് സൂട്ടൊക്കെ ഇട്ടിട്ടായിരുന്നല്ലോ, ടീഷർട്ട് ഇട്ട്. അപ്പോൾ അത് ഇറങ്ങിപ്പോയിരുന്ന ആസിഫ് അലി കയറി വന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കഥ പറയാൻ വേണ്ടി വന്ന ഖത്തറിൽ നിന്ന് അങ്ങനെ ടൊവിനോ എടുക്കണം വന്നാൽ കാണാൻ പറ്റുന്നില്ല സാർ എന്ന് കഥ കേൾക്കുന്നു. അപ്പോൾ എന്നോട് ഇപ്പം സമയമില്ല, നീ ഒരു എൻ്റെ മാനേജറെ വിളിക്കും, തൃശ്ശൂരാണ് അവൻ്റെ നമ്പർ കൊടുക്കുന്നത്. അങ്ങനെ അയാളെ വിളിച്ച് ഞാൻ കഥ കേൾക്കാൻ നീ വന്നോ തന്നെ. പക്ഷെ എനിക്ക് ഭയങ്കര തലവേദന. ഞാൻ ഫാമിലി ആയിട്ട് ഇവിടെ വന്നത് എനിക്ക് ചാട്ടച്ച്. ഞാൻ അന്നേക്കന്ന് ടിക്കറ്റ് എടുത്ത് നേരെ തിരിച്ചിങ് കയറി. ആ മാനേജറുടെ പേര് ആതിഫ് എന്നായിരുന്നു. പിന്നെ ടൊവിനോ കഥ കേൾക്കാത്തത് അവർക്ക് ബിസി ഷെഡ്യൂളും കാര്യങ്ങളിലായിരിക്കും. അപ്പം ഇങ്ങനെ ടൈം പാസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും. കുറ്റം പറഞ്ഞ നല്ലൊരു കഥ പറഞ്ഞ ജീവിത അനുഭവം പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം അടുത്തതായിട്ട് ഓരോന്നോരോന്നായി പറയുന്നത്. എൻ്റെ സിനിമാ കഥ കേട്ട് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകളുണ്ട്, അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടോ.